മരിമ ഹസ്ബൻഡിന്റെ സെക്കൻഡ് എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും ശിവൺ ഒരു കടയിലൊക്കെ നിൽക്കുകയാണ്. അവൾക്ക് മുമ്പുണ്ടായിരുന്ന ആളും കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും കിട്ടിയ കോഫി മറ്റൊരാളൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നു. അയാളും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കോഫിയൊക്കെ നഷ്ടപ്പെട്ടു പോയതിന് കടയിലുണ്ടായിരുന്ന ആളോട് ദേഷ്യപ്പെടുന്നു. അപ്പോഴാണ് ജീവണും ഒരു കാര്യം ഓർക്കുന്നത്. ആ കടയിലുണ്ടായിരുന്ന കോഫിയൊക്കെ ആരും എടുത്തോണ്ട് പോകാതിരിക്കുകയായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ കിട്ടേണ്ട ആൾക്ക് തന്നെ കിട്ടുന്നതായിരുന്നു. പക്ഷെ അയാൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ മറ്റൊരാൾ അത് എടുത്തോണ്ട് പോയത് കൊണ്ടാണ് അയാൾക്ക് കിട്ടാതെ പോയത്. ജീവന്റെ വിധിയൊക്കെ തട്ടിയെടുക്കുവാനായിട്ട് ജീവന് ഒരാളെ ആവശ്യമുണ്ട് എന്ന് സ്വയം ഓർക്കുകയാണ്. അതായത് അവൾക്ക് കിട്ടേണ്ടിയിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ മറ്റാർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ പിന്നെ അവൾക്ക് ഫ്രീ ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ജീവൻ പിന്നീട് ലിഫ്റ്റിന്റെ ഒക്കെ മുന്നിൽ എത്തുമ്പോഴത്തേക്കും സീനിയറുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സൂമിനെയും അവൾ കാണുകയാണ്. എന്റെ വിധി മറ്റാർക്കെങ്കിലും അവകാശപ്പെട്ടതാണെങ്കിൽ അത് നിനക്ക് മാത്രമാണ്. എന്റേതായിട്ടുള്ള എല്ലാം തന്നെ ഞാൻ നിന്റേതാക്കി മാറ്റുന്നതായിരിക്കുമെന്നൊക്കെ അവളും സ്വയം പറയുന്നു. അവരങ്ങനെ ലിഫ്റ്റിലൊക്കെ കയറി ലിഫ്റ്റ് ക്ലോസ് ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു ചീഹുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ലിഫ്റ്റിലേക്കൊക്കെ ഓടി കയറിയിട്ടുണ്ടായിരുന്നത്. ചീഹുക്കും കുറെ നേരം അവളെ തന്നെ നോക്കി നിൽക്കുന്നു. സീനിയർ ചീഹുക്കിന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവനും വെളിയിലൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഓഫീസിൽ വരേണ്ട ഒരു ആവശ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സീനിയറും ജൂൺ ചെയ്തുകൊണ്ടിരുന്ന പ്രൊജക്ടിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ജീവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവളും അതിന് മറുപടിയൊക്കെ പറയുന്നുണ്ടെങ്കിലും സീനിയർ ഓരോരോ കുറ്റങ്ങളൊക്കെ എടുത്തെടുത്ത് പറയുകയാണ്. ജീവന്റെ കയ്യിലുണ്ടായിരുന്ന കോഫിനെ കുറിച്ചൊക്കെ സുമൻ സംസാരിക്കുമ്പോഴത്തേക്കും ഓഫീസ് ടൈമിലാണോ നീ ഈ കോഫിയൊക്കെ മേടിക്കുവാനായിട്ട് പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും സീനിയർ അവളെ കുറ്റപ്പെടുത്തുകയാണ്. പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ വർക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ സീനിയർ പറയുമ്പോഴത്തേക്കും ചീഹുക്കും ലിഫ്റ്റിന്റെ ഒരു ഇടിയൊക്കെ ഇടിക്കുന്നത് കൊണ്ട് തന്നെ സീനിയറും അവളെ കൊണ്ട് മിണ്ടാതെയൊക്കെ നിൽക്കുന്നു. ലിഫ്റ്റിൽ നിന്നും എല്ലാവരും ഇറങ്ങുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ചീഹുക്കും ജീവനെ വിളിച്ചോണ്ട് പോകുകയാണ്. അവരുടെ കൂടെ നിന്നാൽ ശരിക്കും കോഫിയൊന്നും കുടിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്നെ വിളിച്ചു വരുത്തിയിട്ടുള്ളതെന്നൊക്കെ ജീഹുക്ക് പറയുന്നു. ഇനി ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ വർക്ക് ചെയ്യേണ്ട കാര്യവും ഇല്ല എന്നൊക്കെ ജീഹുക്ക് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ജോലിയൊന്നും നിർത്തുവാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജീവനും കയ്യിലുണ്ടായിരുന്ന അച്ഛൻ കൊടുത്ത ആ ഒരു നോട്ടൊക്കെ കാണിക്കുന്നു. അച്ഛനാണ് ഈ നോട്ടില് ലവ് സിമ്പിൾ ഒക്കെ വരച്ചിട്ടുള്ളത്. ഇതിൽ അച്ഛന്റെ സ്നേഹമുണ്ട്. അച്ഛന്റെ സ്നേഹമൊക്കെ ഒരുപാട് കിട്ടിയ ഒരു മകളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇനിയും ഞാൻ കൂടുതലായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ടാലന്റഡ് ആണെന്നൊക്കെ നീയും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും വർക്കൊക്കെ ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. മാത്രമല്ല ഇപ്പോൾ കുറെ കാലമായിട്ട് എനിക്ക് എന്താണ് വേണ്ടതെന്ന് പോലും ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ജീവിതത്തിൽ ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഞാൻ പഴയ ഞാൻ ആയിരിക്കുകയില്ല എന്നൊക്കെ ജൂൺ പറയുമ്പോഴത്തേക്കും ചീഹുക്കും ചിരിക്കുകയാണ്. ചീഹുക്കിനെ ആദ്യമായിട്ടായിരുന്നു അവൾ ചിരിച്ചു കാണുന്നത്. ഈ ആഴ്ച നിനക്ക് മറ്റെന്തെങ്കിലും പ്ലാൻസ് ഒക്കെ ഉണ്ടോ എന്ന് ചീഹുക്ക് ചോദിക്കുമ്പോഴത്തേക്കും ഒരു പ്ലാനും ഇല്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഞാൻ നേരത്തെ തന്നെ പ്ലാനൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോമിനും അവിടെ എത്തുന്നു. ഇവിടെയുള്ള ഒരു ബാർബിക്യൂ റെസ്റ്റോറന്റിലൊക്കെ ഞാനൊരു ടേബിൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ജീവനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് പോകുകയാണ് എന്നൊക്കെ സോമിനും പറയുന്നു. അതിനുശേഷം എനിക്ക് കോഫിയൊക്കെ കുടിക്കാനായിട്ട് പോകണം. നീയും എന്റെ ഒപ്പം വരാമോ എന്നൊക്കെ സുമിൻ ജീവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും ജീവന് കൂടെ പോകുവാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവളും സുമിനെ ഒഴിവാക്കുന്നു. ഞാൻ അവളെ ജയ്ഹുക്കിന്റെ അടുത്തുനിന്ന് രക്ഷിച്ചിട്ട് പോലും അവൾ എന്തുകൊണ്ടാണ് എന്റെ ഒപ്പം കോഫി കുടിക്കുവാനായിട്ട് വരാതിരുന്നത് എന്നൊക്കെ സൂമിനും ഓർക്കുന്നു. തിരിച്ച് റൂമിലൊക്കെ ഇരിക്കുന്ന ജിഹുക്ക് ആകട്ടെ ജീവനെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. പിന്നീട് സൂമിൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു റെസ്റ്റോറന്റിലേക്കും അവൻ വിളിച്ചു ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവിടെ ആകട്ടെ ഒരു സ്കൂളിന്റെ റീയൂണിയൻ ഉണ്ടെന്നൊക്കെ ആയിരുന്നു അവൻ അറിഞ്ഞിട്ടുമുണ്ടായിരുന്നത്. അവളും അതേ സ്കൂളിൽ തന്നെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കും ചീഹുക്കും മറ്റൊരാളെ കോൾ ചെയ്തിട്ട് ഒരാളെ അന്വേഷിക്കുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നു. അവന് വേദനയൊക്കെ കൂടുതലാണെങ്കിൽ അതിൽ യൂസ് ചെയ്യുവാനായിട്ട് കുറച്ച് മരുന്നുകളൊക്കെ ആയിട്ട് ഇപ്പോൾ ചീഹുക്കിന്റെ അടുത്തേക്ക് ജൂൺ എത്തിയിരിക്കുകയാണ്. ജിഹുക്ക് ആകട്ടെ അവളോടും മരുന്നൊക്കെ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ചോളാൻ പറഞ്ഞിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന മരുന്നിന്റെ പകുതിയൊക്കെ അവൾക്ക് നൽകുന്നു. അവൾ തിരിച്ച് പ്ലേസിലൊക്കെ പോയി ഇരിക്കുമ്പോഴത്തേക്കും മിൻഹുവിന്റെ ഒരു മെസ്സേജ് ഒക്കെ അവൾ കാണുകയാണ്. തന്റെ വിധിയൊക്കെ തട്ടിയെടുക്കുവാനായിട്ട് സൂമിനെ അവൾക്ക് ആവശ്യമുണ്ടെന്നൊക്കെ അവൾ ഓർക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അവൻ വിളിക്കുമ്പോഴത്തേക്കും അവൾക്ക് പോകാതിരിക്കുവാനായിട്ട് കഴിയുമായിരുന്നില്ല. അവൾ അങ്ങനെ അവിടെ നിന്ന് പോകുന്നത് ജീഹുക്കും അതുപോലെ തന്നെ ജൂറാനും കാണുകയാണ്. നമ്മുടെ ഇവിടെയുള്ള ജനറൽ മാനേജർ ആയിട്ടുള്ള ജീഹുക്കിന് വേണ്ടിയിട്ടായിരുന്നോ നീ എന്നെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ മിൻഹുവാനും ചോദിക്കുന്നു. വളരെയധികം മോശമായിട്ടുള്ള രീതിയിലൊക്കെ ആയിരുന്നു മിൻഹുവാൻ ജീവനെ കുറിച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും തന്ത്രപൂർവ്വമായിട്ട് മാത്രമേ മിൻഹുവാന്റെ അടുത്ത് പെരുമാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന കാര്യം അവളും മനസ്സിലാക്കുകയാണ്. അവൻ എന്നോട് ഒരു ബാൻഡേഡ് ഒക്കെ കൊണ്ട് കൊടുക്കുവാനായിട്ട് പറഞ്ഞു. അത്ര മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ എന്നൊക്കെ അവളും പറയുന്നു. നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് അതുപോലെ ഒന്നുമല്ല ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ളത്. അതുകൊണ്ടായിരുന്നു ബ്രേക്കപ്പ് ആക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും എനിക്ക് നിന്നോടുള്ള ഫീലിങ്സിലൊക്കെ മാറ്റം വന്നു എന്നായിരുന്നോ നീ വിചാരിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും അവളുടെ അടുത്ത് ചോദിക്കുന്നു. നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ കാണുകയാണെങ്കിൽ എല്ലാവർക്കും അസൂയ തോന്നണം.
എല്ലാ ഗേൾസിനും നിന്നെ തട്ടിയെടുക്കുവാനായിട്ട് തോന്നണമെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവനും അതെല്ലാം തന്നെ അങ്ങ് വിശ്വസിക്കുകയാണ്. ഇനി മുതൽ നിന്റെ കാര്യത്തിൽ ഞാൻ കൂടുതലായിട്ടൊക്കെ ശ്രദ്ധിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനും അവളെ കിസ് ചെയ്യുവാനായിട്ടൊക്കെ തുടങ്ങുകയാണ്. അവൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നെങ്കിൽ പോലും അവൾ ഒരുപാട് കാരണങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവനും അതൊന്നും തന്നെ കൂട്ടാക്കാതെ കിസ്സൊക്കെ ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവളും കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സ്പാനറൊക്കെ എടുത്തു പിടിക്കുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു ആ ഒരു റൂമിന്റെ ഡോറൊക്കെ തുറന്നുകൊണ്ട് ജൂറാനും കയറി വരുന്നത്. ജൂറാനെ കണ്ട് കഴിയുമ്പോൾ തന്നെ അവനും ഇറങ്ങി ഓടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ജൂറാനും അവളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. നിങ്ങൾ ലവേഴ്സ് ആണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, എങ്കിൽ പോലും താല്പര്യമില്ലെങ്കിൽ നീ ഫിസിക്കൽ കോണ്ടാക്റ്റിന് ഒരിക്കലും നിന്നു കൊടുക്കാനായിട്ട് പാടില്ല എന്നൊക്കെ ജൂറാൻ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. എന്റെ പാസ്റ്റില് ഇതേപോലത്തെ മിസ്റ്റേക്ക് ഒക്കെ ഞാൻ വരുത്തിയപ്പോഴത്തേക്കും എനിക്ക് പിന്നീട് കുറ്റബോധമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതേ കുറ്റബോധം നിനക്ക് ഒരിക്കലും തോന്നുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ നീയും ശ്രദ്ധിച്ചോണം എന്നൊക്കെ ജൂറാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അവളുടെ അടുത്ത് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജൂറാനും അവൾക്ക് വേണ്ടി ഇപ്പോൾ അവിടം വരെ വന്നിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ അവളും മനസ്സിലാക്കുന്നു. എല്ലാവരും ലഞ്ച് കഴിക്കുവാനായിട്ട് പോകുമ്പോഴത്തേക്കും ചീഹുക്കും ജിവോണ്ണൻ തന്നെ നോക്കിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട്. വെളിയിൽ പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മിൻഫാനും സുമിനും നിൽക്കുകയാണ്. പക്ഷേ ജീവോണാകട്ടെ എന്റെ കയ്യിൽ പണമൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നുമാണ് ഫുഡൊക്കെ കഴിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ അവരെ രണ്ടുപേരെയും ഒന്നിച്ച് പറഞ്ഞയക്കുവാനായിട്ട് ആയിരുന്നു ജീവോന്റെ പ്ലാൻ. പക്ഷെ ജീവന്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുവാനായിട്ടാണ് താല്പര്യമെന്നൊക്കെ സൂൻ പറയുന്നത് കൊണ്ട് തന്നെ അവർ മൂന്ന് പേരും ജീവന്റെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കുവാനായിട്ടൊക്കെ പോകുന്നു. സോമൻ ഫുഡൊക്കെ വിളമ്പുന്നത് കാണുമ്പോഴത്തേക്കും ആയിരുന്നു ജീവൻ ഇതിനു മുമ്പിലത്തെ തവണ നടന്ന ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഓർക്കുന്നത്. മറ്റൊരിടത്ത് സീറ്റൊക്കെ ഉണ്ടേന്ന് പറഞ്ഞുകൊണ്ട് സോമിനും തൊട്ട് പിറകിലുണ്ടായിരുന്ന ജീവനെ തട്ടിയിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നീ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പാത്രത്തിലുണ്ടായിരുന്ന കറി പോലും അവളുടെ മുഖത്തേക്കൊക്കെ ആയിട്ട് വീഴ്ചിട്ടുമുണ്ടായിരുന്നു. അന്നാകട്ടെ ജീവനും സോമിന് മാത്രമാണ് തനിക്കുള്ളതെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അവൾ ചെയ്ത ഓരോ കാര്യത്തിനും കൂട്ടുനിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ അവളും വീഴാതെ ബലം പിടിച്ചു നിൽക്കുന്നു. സോമിനും അറിയാതെ അവളെ തട്ടി കഴിയുമ്പോഴത്തേക്കും ജീവനാകട്ടെ അവളുടെ കാലുകൊണ്ട് തന്നെ സോമിനെ തട്ടിയിടുന്നു. സോമിനും നേരെ മിൻഹ്വാന്റെ മേത്തേക്കൊക്കെ ആയിരുന്നു വീണിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരത്തെ ജീവന് സംഭവിച്ച കാര്യം ഇത്തവണ മിൻഹ്വാനാണ് സംഭവിക്കുന്നത്. ഇത് നിന്റെ ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഷർട്ടൊക്കെ അല്ലേ എന്ന് ജീവനും അവന്റെ അടുത്ത് ചോദിക്കുകയാണ്. അവളും പിന്നീട് ടിഷ്യൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കെ ബാത്റൂമിലൊക്കെ നിൽക്കുന്ന അവളും ഇനി ഒരിക്കലും ഇതേപോലത്തെ സംഭവങ്ങൾ നടക്കാതിരിക്കുവാനായിട്ട് പരമാവധി ശ്രമിക്കുമെന്നൊക്കെ ഓർക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആ ഒരു ബാത്റൂമിൽ മറ്റൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. എന്നെ ഒന്ന് സഹായിക്കാമോ എന്നൊക്കെ ആ ഒരു പെൺകുട്ടി ചോദിക്കുമ്പോഴത്തേക്കും ജീവനും അവളെ സഹായിക്കാമെന്ന് പറയുന്നു. അവൾക്കും പീരിയഡ്സ് ആയതായിരുന്നത് കൊണ്ട് തന്നെ ജീവനും ഓടിപ്പോയി അവൾക്ക് വേണ്ടി ഒരു പാഡൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. ഈ ഒരു പെൺകുട്ടിയാണ് ഹിയൂൺ. ഹിയൂണും ഇപ്പോൾ ജീവൻ തന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നു. അവർ രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ഇരിക്കെ അവളുടെ ഡ്രസ്സിൽ സ്റ്റെയിനൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും ജീവനും കയ്യിലുണ്ടായിരുന്ന കോട്ടൊക്കെ ഊരിയിട്ട് അവൾക്ക് അത് കെട്ടിക്കൊടുക്കുകയാണ്. നിന്നെ പോലെ ഇത്രയും പാവങ്ങളായിട്ടുള്ള ആളുകളൊക്കെ സിനിമകളിൽ മാത്രമേ ഉണ്ടാകൂ എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ജീവിതത്തിലും ഇതുപോലെ ഒരാളെ നേരിട്ട് കാണുവാൻ സാധിച്ചതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിന്റെ ചിരി കാണുവാനും നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ ഹ്യൂൾ പറയുമ്പോഴത്തേക്കും അവൾക്കും ചിരി നിർത്തുവാനായി കഴിയുന്നില്ല. എന്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊക്കെ ജീവൻ പറയുമ്പോഴത്തേക്കും ഇതിനു മുമ്പും ഒരാൾ ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ആളോട് എന്നെ സഹായിക്കാമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അവളാകട്ടെ എന്നെ സഹായിക്കുവാൻ പോലും കൂട്ടാക്കാതെ ഇറങ്ങിപ്പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഹ്യൂൺ പറയുമ്പോഴത്തേക്കും അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആള് സൂമനാണെന്നുള്ള കാര്യം ജീവോണും മനസ്സിലാക്കുന്നു. അവളും ഇതുവരെയായിട്ടും ഫുഡ് കഴിക്കാത്തത് കൊണ്ട് തന്നെ ജീവോണും അവളെയും കൂട്ടിക്കൊണ്ട് ഒന്നിച്ചിരുന്നൊക്കെ ഫുഡ് കഴിക്കുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. ടിഷ്യൂ ഒക്കെ എടുക്കുവാനായിട്ടായിരുന്നു ശരിക്കും ജീവൻ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഇത്രയും ലേറ്റ് ആയിട്ടൊക്കെ അവൾ വന്നതിന്റെ കാരണം എന്താണെന്നൊക്കെ സുമൻ ചോദിക്കുമ്പോഴത്തേക്കും ഒരു എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു എന്ന് മാത്രമാണ് ജീവൻ പറയുന്നത്. സോമനും അപ്പോൾ ഹിയൂണിനെ നോക്കിയതിനു ശേഷം എന്താണ് എമർജൻസി എന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കെ നീ നന്നായി തന്നെ മിൻഹ്വാന്റെ ഷർട്ടൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ സുമിനെ കളിയാക്കിക്കൊണ്ടൊക്കെ ജീവനും പറയുകയാണ്. മിൻഹ്വാനും ഒരു വർഷത്തോളം ഒക്കെ ജീവന്റെ പിറകെ നടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു ജീവനും കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ വെച്ചിട്ട് മിൻഹ്വാൻ ആ ഒരു ഷർട്ടൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു ഷർട്ടും ആകെ കുളമായിട്ടൊക്കെ ഇരിക്കുകയാണ്. സോമിനും മറ്റൊരു ഷർട്ടൊക്കെ മേടിച്ച് തരാമെന്ന് പറയുമ്പോഴത്തേക്കും മിൻഹ്വാനും അതൊന്നും സാരമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇത് ലക്ഷറി ബ്രാൻഡിന്റെ 1.8 മില്യൺ ഒക്കെ വരുന്ന ആ ഒരു ഷർട്ട് അല്ലേ എന്നൊക്കെ ഹിയോൺ ചോദിക്കുമ്പോഴത്തേക്കും ഇതിന് 1.2 മില്യൺ മാത്രമേ തുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീവണും ഇരിക്കുന്നു. ചീവണാണല്ലോ ഷർട്ടൊക്കെ മേടിച്ചത്, അപ്പോൾ അവൾക്കാണല്ലോ ഇതിന്റെ തുകയൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നത്. ഞാൻ വെറും ഒരു കോൺട്രാക്ട് വർക്കർ അല്ലേ, എനിക്ക് ഇത്രയ്ക്ക് തുകയൊന്നും കിട്ടാറില്ലല്ലോ എന്ന് സുമിൻ പറയുമ്പോഴത്തേക്കും ശരിക്കും ഈ ഒരു കോൺട്രാക്ട് വർക്കിൽ നിന്നും കിട്ടിയ തുകയൊക്കെ വെച്ചിട്ടായിരുന്നു ചീവണും ഷർട്ടൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ സുമൻ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും മിൻഹ്വാനും ഷർട്ടൊന്നും മേടിച്ച് തരേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു.
എനിക്കല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് ഷർട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഷർട്ടിന്റെ മണവും എനിക്ക് ഇഷ്ടമായി. ഈ ഫുഡും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിൻഹുവാൻ ഇരിക്കുമ്പോഴത്തേക്കും ക്രിഞ്ചൊക്കെ അടിച്ചിട്ടായിരുന്നു ജിവണും ഹിയോണും അവിടെ ഇരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.